ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് -COA എന്നത് ഒരു ബിസിനസ് അതിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും രേഖപ്പെടുത്താനും തരംതിരിക്കാനും ഉപയോഗിക്കുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ പട്ടികയാണ്. ഇത് ഒരു കമ്പനിയുടെ ജനറൽ ലെഡ്ജർ ഒരു ഭാഗമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ വരുമാനം എവിടെ നിന്ന് വരുന്നു, എവിടെയൊക്കെ പണം ചെലവഴിക്കുന്നു, എന്തെല്ലാം ആസ്തികളുണ്ട്, എന്തെല്ലാം ബാധ്യതകളുണ്ട്, ഉടമസ്ഥരുടെ ഓഹരി എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അക്കൗണ്ടുകളുടെ ഒരു മാപ്പാണ് ഇത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ പ്രാധാന്യം. ക്രമീകരണം, ഓർഗനൈസേഷൻ. ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു ബിസിനസ്സിൽ ഓരോ ഇടപാടും കൃത്യമായി തരംതിരിച്ച് രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. സാമ്പത്തിക റിപ്പോർട്ടിംഗ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ലാഭനഷ്ട കണക്കുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഈ അക്കൗണ്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. സാമ്പത്തിക വിശകലനം, ഫൈനാൻഷ്യൽ അനാലിസിസ്, ഒരു ബിസിനസിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാനും ഭാവി തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുന്നു. ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടപാടുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും പരിശോധിക്കാനും ഇത് സഹായിക്കുന്നു. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലെ പ്രധാന അക്കൗണ്ട് വിഭാഗങ്ങൾ. സാധാരണയായി ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ 5 പ്രധാന വിഭാഗങ്ങളായി അക്കൗണ്ടുകളെ തരംതിരിക്കുന്നു. ഓരോ വിഭാഗത്തിനും അതിന്റേതായ നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാകും. ഇത് അക്കൗണ്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 1. ആസ്തികൾ, അസറ്റ്സ്. ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതും ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതുമായ എല്ലാ വസ്തുവകകളും ഇതിലുൾപ്പെടുന്നു. ഉദാഹരണങ്ങൾ: ക്യാഷ്, ബാങ്ക് അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ട്സ് റിസീവബിൾ ലഭിക്കാനുള്ള പണം, ഇൻവെന്ററി സ്റ്റോക്ക്, കെട്ടിടങ്ങൾ, ബിൽഡിംഗ്സ്, യന്ത്രങ്ങൾ, മെഷീനറി. സാധാരണയായി 1000-ൽ തുടങ്ങുന്ന നമ്പറുകൾ ഈ അക്കൗണ്ടുകൾക്ക് നൽകുന്നു. ഉദാഹരണം: 1000 മുതൽ 1999 വരെ. 2. ബാധ്യതകൾ, ലയബിലിറ്റീസ്. ഒരു കമ്പനി മറ്റുള്ളവർക്ക് നൽകാനുള്ള പണവും ബാധ്യതകളും ഇതിലുൾപ്പെടുന്നു. ഉദാഹരണങ്ങൾ: അക്കൗണ്ട്സ് പേയബിൾ കൊടുക്കാനുള്ള പണം, ലോൺസ്, ഡിഫേർഡ് റവന്യൂ മുൻകൂട്ടി ലഭിച്ച വരുമാനം. സാധാരണയായി 2000-ൽ തുടങ്ങുന്ന നമ്പറുകൾ ഈ അക്കൗണ്ടുകൾക്ക് നൽകുന്നു. ഉദാഹരണം: 2000 മുതൽ 2999 വരെ. 3. ഇക്വിറ്റി. ഒരു കമ്പനിയിലെ ഉടമസ്ഥരുടെ അവകാശങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കമ്പനിയിൽ ഉടമകൾ നിക്ഷേപിച്ച പണവും കമ്പനി നിലനിർത്തുന്ന ലാഭവും ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണങ്ങൾ: ഓണേഴ്സ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിംഗ്സ് നിലനിർത്തിയ ലാഭം. സാധാരണയായി 3000-ൽ തുടങ്ങുന്ന നമ്പറുകൾ ഈ അക്കൗണ്ടുകൾക്ക് നൽകുന്നു. ഉദാഹരണം: 3003999. 4. വരുമാനം, റവന്യൂ ഇൻകം. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിലൂടെ ഒരു കമ്പനിക്ക് ലഭിക്കുന്ന പണം. ഉദാഹരണങ്ങൾ: സെയിൽസ് റവന്യൂ, സർവീസ് റവന്യൂ, പലിശ വരുമാനം, ഇൻട്രസ്റ്റ് ഇൻകം. സാധാരണയായി 4000-ൽ തുടങ്ങുന്ന നമ്പറുകൾ ഈ അക്കൗണ്ടുകൾക്ക് നൽകുന്നു. ഉദാഹരണം: 4004999. 5. ചെലവുകൾ, എക്സ്പെൻസസ്. ഒരു ബിസിനസ് അതിന്റെ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്ന പണം. ഉദാഹരണങ്ങൾ: ശമ്പളം, സാലറീസ്, വാടക, റെന്റ്, യൂട്ടിലിറ്റീസ്, പരസ്യം, അഡ്വർടൈസിംഗ് എക്സ്പെൻസസ്, അറ്റകുറ്റപ്പണികൾ, റിപ്പയർസ് ആൻഡ് മെയിന്റനൻസ്. സാധാരണയായി 5000-ൽ തുടങ്ങുന്ന നമ്പറുകൾ ഈ അക്കൗണ്ടുകൾക്ക് നൽകുന്നു. ഉദാഹരണം: 5005999. ഓരോ പ്രധാന വിഭാഗത്തിനുള്ളിലും ആവശ്യമനുസരിച്ച് കൂടുതൽ ഉപ അക്കൗണ്ടുകൾ, സബ് അക്കൗണ്ട്സ് ഉണ്ടാകാം. ഉദാഹരണത്തിന്, ചെലവുകൾ എന്ന വിഭാഗത്തിൽ യാത്രാച്ചെലവ്, ഓഫീസ് ചെലവ് എന്നിങ്ങനെ കൂടുതൽ അക്കൗണ്ടുകൾ ചേർക്കാം. ചുരുക്കത്തിൽ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒരു ബിസിനസിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും സാമ്പത്തിക റിപ്പോർട്ടുകൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിനും സഹായിക്കുന്ന ഒരു അടിസ്ഥാനപരമായ അക്കൗണ്ടിംഗ് ഉപകരണമാണ്.